ഓം ശാന്തി 23/9/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഉള്ളിൽ ദിനരാത്രം ബാബ ബാബ എന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കണം. എങ്കിൽ അപാര സന്തോഷമുണ്ടായിരിക്കും. ബുദ്ധിയിലുണ്ടായിരിക്കണം, ബാബ നമുക്ക് കുബേരന്റെ ഖജനാവ് നൽകാൻ വന്നിരിക്കുകയാണ്. ചോദ്യം: ബാബ ഏത് കുട്ടികളെയാണ് സത്യസന്ധരായ പൂക്കളെന്ന് പറയുന്നത്? അവരുടെ ലക്ഷണം കേൾപ്പിക്കൂ. ഉത്തരം: സത്യസന്ധരായ പൂക്കൾ അവരാണ് ആരാണോ ഒരിക്കലും മായയ്ക്ക് വശപ്പെടാത്തത്, മായയുടെ ഉപദ്രവത്തിലേക്ക് വരാത്തത്. ഇങ്ങനെയുള്ള സത്യസന്ധരായ പൂക്കൾ അവസാനം വന്നാൽ പോലും ആദ്യം എത്താനുള്ള പുരുഷാർത്ഥം ചെയ്യും. അവർ പഴയവരെക്കാളും മുന്നിൽ പോകുന്നതിനുള്ള ലക്ഷ്യം വയ്ക്കും. തന്റെ അവഗുണങ്ങളെ ഇല്ലാതാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യും. മറ്റുള്ളവരുടെ അവഗുണങ്ങളെ കാണില്ല. ഓം ശാന്തി. ശിവ ഭഗവാനു വാച. ബാബ ആത്മീയ പിതാവാണ്. കാരണം ശിവ പരമാത്മാവല്ലേ. ബാബ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരികയാണ്. ഗീത കേൾപ്പിക്കുന്ന സന്യാസിമാർ അനവധിയുണ്ട്. അവർക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ വായിൽ നിന്ന് ഒരിക്കലും ബാബ എന്നുള്ള അക്ഷരം വരികയില്ല. ഈ വാക്ക് ഗൃഹസ്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സന്യാസിമാർ നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. അവർ ബ്രഹ്മത്തിനെയാണ് ഓർമ്മിക്കുന്നത്. സന്യാസിമാർ ഒരിക്കലും വായിലൂടെ ശിവബാബ എന്ന് പറയുന്നില്ല. നിങ്ങൾ പരിശോധിക്കൂ. വലിയ വലിയ വിദ്വാനും സന്യാസിയുമായ ചിന്മയാനന്ദനെ പോലെയുള്ളവർ ഗീത കേൾപ്പിക്കുന്നുണ്ട്. അവർ ഗീതയുടെ ഭഗവാൻ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി കൃഷ്ണനുമായി യോഗം വയ്ക്കാൻ ശ്രമിക്കുന്നു. അവർ ബ്രഹ്മവുമായി യോഗം വയ്ക്കുന്ന ബ്രഹ്മജ്ഞാനി അഥവാ തത്വജ്ഞാനിയാണ്. കൃഷ്ണനെ ഒരിക്കലും ബാബയെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ ഗീത കേൾപ്പിക്കുന്ന ബാബയല്ലല്ലോ. ശിവനെയാണ് എല്ലാവരും ബാബയെന്ന് പറയുന്നത്. കാരണം എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. സർവാത്മാക്കളും ബാബയെ തന്നെ വിളിക്കുന്നു. അല്ലയോ പരമപിത പരമാത്മാ എന്ന്. ബാബ പരമമാണ്, പരംധാമത്തിൽ വസിക്കുന്നു. നിങ്ങളും പരംധാമത്തിലാണ് വസിക്കുന്നത്. എന്നാൽ ബാബയെ മാത്രമാണ് പരമാത്മാവെന്ന് പറയുന്നത്. ബാബ ഒരിക്കലും പുനർജന്മത്തിലേക്ക് വരുന്നില്ല. ബാബ സ്വയം പറയുകയാണ്, എന്റെ ജന്മം ദിവ്യവും അലൗകികവുമാണ്. ഈ രഥത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നതിനുള്ള യുക്തി പറഞ്ഞു തരികയാണ്. ഇതാർക്കും സാധിക്കില്ല. അപ്പോഴാണ് ബാബ പറയുന്നത്, ഞാൻ എന്താണോ ഏതുപോലെയാണോ എന്നെ ആരും അറിയുന്നില്ല. ഞാൻ എപ്പോഴാണോ എന്റെ പരിചയം നൽകുന്നത് അപ്പോഴാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ ബ്രഹ്മത്തെ അഥവാ തത്വത്തെ അംഗീകരിക്കുന്നവരാണ്. കൃഷ്ണനെ എങ്ങനെ തന്റെ പിതാവായി അംഗീകരിക്കും? ആത്മാക്കളെല്ലാവരും മക്കളാണല്ലോ. കൃഷ്ണനെ എങ്ങനെ എല്ലാവരുടെയും പിതാവാണെന്ന് പറയാൻ സാധിക്കും? ഇങ്ങനെ ആരും പറയാറില്ല, കൃഷ്ണൻ എല്ലാവരുടെയും പിതാവാണ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്ന്. കൃഷ്ണൻ സർവവ്യാപിയാണെന്നുള്ളതും ശരിയല്ല. എല്ലാവർക്കും കൃഷ്ണനാകാൻ സാധിക്കില്ലല്ലോ. അഥവാ എല്ലാവരും കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനും പിതാവ് വേണം. മനുഷ്യർക്ക് വളരെയധികം തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ആരും അറിയുന്നില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, എന്നെ കോടിയിൽ ചിലരെ അറിയുന്നുള്ളൂ. കൃഷ്ണനെ ആർക്കും അറിയാൻ സാധിക്കും. വിദേശീയർ പോലും കൃഷ്ണനെ അറിയുന്നവരാണ്. ലോർഡ് കൃഷ്ണ എന്നല്ലേ പറയുന്നത്? ചിത്രവും ഉണ്ട്. യഥാർത്ഥ ചിത്രം ഇതല്ല. ഭാരതവാസികളിൽ നിന്നാണ് കേൾക്കുന്നത്. കൃഷ്ണനെ വളരെയധികം പൂജിക്കുന്നു.
പിന്നീട് ഗീതയിൽ എഴുതി വച്ചിട്ടുണ്ട് കൃഷ്ണ ഭഗവാൻ എന്ന്. ഭഗവാനെ ദേവതയെന്ന് പറയാറുണ്ടോ? കൃഷ്ണനെയാണ് ദേവതയെന്ന് പറയുന്നത്. ലോർഡ് എന്ന ടൈറ്റിൽ വളരെ ഉന്നതർക്കാണ് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഈ ടൈറ്റിൽ നൽകുന്നുണ്ട്. ഇതിനെയാണ് പറയുന്നത് അജ്ഞാനത്തിന്റെ ലോകം. ഏത് പതിതമായ മനുഷ്യരെയും ലോർഡ് എന്ന് പറയുന്നു. പതിതരായ മനുഷ്യർ എവിടെ കിടക്കുന്നു? ശിവനും ശ്രീകൃഷ്ണനും എവിടെ കിടക്കുന്നു? ബാബ പറയുകയാണ്, എന്ത് ജ്ഞാനമാണോ നിങ്ങൾക്ക് നൽകുന്നത് അത് വീണ്ടും നഷ്ടപ്പെട്ടു പോകുന്നു. ഞാനാണ് വന്ന് പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്. ജ്ഞാനവും ഞാൻ ഇപ്പോഴാണ് നൽകുന്നത്. ഞാൻ എപ്പോഴാണോ ഈ ജ്ഞാനം നൽകുന്നത് അപ്പോഴാണ് കുട്ടികൾ കേൾക്കുന്നത്. എനിക്കല്ലാതെ ആർക്കും കേൾപ്പിക്കാൻ സാധിക്കില്ല, അറിയുകയുമില്ല. എന്താ സന്യാസിമാർ ശിവബാബയെ ഓർമ്മിക്കുന്നുണ്ടോ? അവർക്ക് പറയാൻ പോലും സാധിക്കില്ല നിരാകാരനായ ഭഗവാനെ ഓർമ്മിക്കൂ എന്ന്. എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? വളരെ വിദ്യാസമ്പന്നരായവർ പോലും അറിയുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, കൃഷ്ണൻ ഭഗവാനല്ല, മനുഷ്യർ കൃഷ്ണനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. എത്ര അന്തരമാണ്! ബാബ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ബാബ പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. ശിവബാബ എല്ലാവർക്കും മനസ്സിലാക്കി തരികയാണ്. മനസ്സിലാക്കാത്തത് കാരണം ത്രിമൂർത്തികളുടെ ചിത്രങ്ങളിൽ ശിവനെ കാണിക്കുന്നില്ല. ബ്രഹ്മാവിനെ കാണിക്കാറുണ്ട്. പ്രജാപിത ബ്രഹ്മാവെന്നാണ് പറയുന്നത്. പ്രജകളെ രചിക്കുന്ന ആൾ. പക്ഷെ ഭഗവാൻ എന്ന് പറയില്ല. ഭഗവാൻ പ്രജകളെ രചിക്കുന്നില്ല. എല്ലാ ആത്മാക്കളും ഭഗവാന്റെ കുട്ടികളാണ്. പിന്നെ ആരിലൂടെയാണ് രചന നടക്കുക? നിങ്ങളെ ആരാണ് ദത്തെടുത്തിരിക്കുന്നത്? ബ്രഹ്മാവിലൂടെ ബാബ ദത്തെടുത്തിരിക്കുന്നു. ബ്രാഹ്മണനായി എപ്പോഴാണോ മാറുന്നത് അപ്പോഴാണ് ദേവതയായി മാറുക. ഈ കാര്യം മുൻപൊരിക്കലും നിങ്ങൾ കേട്ടിട്ടില്ല. പ്രജാപിത ബ്രഹ്മാവിനും പാർട്ടുണ്ട്. കർമ്മം വേണമല്ലോ. ഇത്രയും പ്രജകൾ എവിടെ നിന്ന് വരും? ശരീരവംശാവലികളാകുക സാധ്യമല്ല. ലോകത്തിലെ ശരീരവംശാവലി ബ്രാഹ്മണർ പറയും, ഞങ്ങളുടെ കുലത്തിന്റെ പേരാണ് ബ്രാഹ്മണൻ. പേര് എല്ലാവർക്കും വെവ്വേറെയാണ്. പ്രജാപിത ബ്രഹ്മാവെന്ന് പറയുന്നത് അപ്പോഴാണ് എപ്പോഴാണോ ശിവബാബ ബ്രഹ്മാവിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് പുതിയ കാര്യമാണ്. ബാബ സ്വയം പറയുകയാണ്, എന്നെ ആരും അറിയുന്നില്ല, സൃഷ്ടിചക്രത്തെയും അറിയുന്നില്ല. അപ്പോഴാണ് ഋഷി മുനിമാർ പോലും പറയുന്നത് അറിയില്ല അറിയില്ല എന്ന്. അവർ പരമാത്മാവിനെയും പരമാത്മാവിന്റെ രചനയെയും അറിയുന്നില്ല. ബാബ പറയുന്നു, എപ്പോഴാണോ ഞാൻ വന്ന് എന്റെ പരിചയം നൽകുന്നത് അപ്പോഴാണ് അറിയുന്നത്. ഈ ദേവതകൾക്ക് പോലും അവിടെ അറിയാൻ കഴിയുന്നില്ല ഞങ്ങൾക്കാരാണ് ഈ രാജ്യം നേടിത്തന്നത് എന്ന്. അവരിൽ ഈ ജ്ഞാനമില്ല. പദവി നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ജ്ഞാനം സദ്ഗതിക്ക് വേണ്ടിയാണ്. ദേവതകൾ സദ്ഗതി നേടിയവരാണ്. ഈ ആഴമേറിയ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. വിവേകശാലികളെ മനസ്സിലാക്കുകയുള്ളൂ. ബാക്കി വൃദ്ധരായ മാതാപിതാക്കൾ അവർക്ക് ഇത്രയും ബുദ്ധി ഉണ്ടാകില്ല. ഓരോരുത്തർക്കും ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് അവരവരുടേതായ പാർട്ടാണ്. ആരും ഇങ്ങനെ പറയാറില്ല, അല്ലയോ ഈശ്വര ബുദ്ധി നൽകൂ എന്ന്. എല്ലാവർക്കും ഒരേപോലെയുള്ള ബുദ്ധി ഞാൻ നൽകിയാൽ എല്ലാവരും നാരായണനായി മാറില്ലേ? ഒരാളുടെ മേലെ ഒരാൾ ഗദ്ദിയിലിരിക്കാൻ സാധിക്കുമോ? ലക്ഷ്യമാണ് ഇവരെ പോലെ ആയിത്തീരണം. എല്ലാവരും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നരനിൽ നിന്ന് നാരായണനായി മാറാൻ. ആയിത്തീരുന്നത്
പുരുഷാർത്ഥമനുസരിച്ചാണ്. ഞങ്ങളും നാരായണനായി മാറും എന്ന് പറഞ്ഞ് എല്ലാവരും കൈ ഉയർത്താറുണ്ട്. ബാബയ്ക്ക് ഉള്ളിൽ ചിരിയും വരാറുണ്ട്. എല്ലാവർക്കും ഒരേപോലെയാകാൻ എങ്ങനെ സാധിക്കും? നമ്പർ വൈസല്ലേ? ഫസ്റ്റ് നാരായണൻ, സെക്കൻഡ്, തേർഡ്. എങ്ങനെയാണോ രാജാക്കന്മാരിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ ഇങ്ങനെ ഉണ്ടാകാറില്ലേ? ലക്ഷ്യം ഇതാണ്. പക്ഷെ സ്വയം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, എന്റെ പെരുമാറ്റം ഇങ്ങനെയുള്ളതാണ്, ഞാൻ എന്ത് പദവി നേടും. തീർച്ചയായും പുരുഷാർത്ഥം ചെയ്യണം. ബാബയ്ക്ക് നമ്പർ വൈസായ പൂക്കളെ കൊണ്ടുവരാനും നമ്പർ വൈസായി പൂക്കൾ കൊടുക്കാനും സാധിക്കും. എന്നാൽ അങ്ങനെ ചെയ്യില്ല, അപ്രിയമാകും. ബാബയ്ക്കറിയാം ആരാണ് കൂടുതൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല പൂവാണ്, നമ്പർ വൈസായിരിക്കും. വളരെ പഴയവരും ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പുതിയവർ വളരെ നല്ല നല്ല പൂക്കളാണ്. പറയും, ഇവർ നമ്പർ 1 സത്യസന്ധരായ പൂക്കളാണ്. ഉപദ്രവം ഒന്നുമില്ല, അസൂയ ഇല്ല. വളരെയധികം പേരിലും കുറവുകൾ ഇപ്പോഴും തീർച്ചയായും ഉണ്ട്. സമ്പൂർണരെന്ന് ആരെയും പറയാൻ സാധിക്കില്ല. 16 കലാ സമ്പൂർണരായി മാറുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കണം. ആരും സമ്പൂർണരായി മാറിയിട്ടില്ല. ഇപ്പോഴും വളരെ നല്ല കുട്ടികളിലും അസൂയയുണ്ട്. അതും കുറവല്ലേ? ബാബയ്ക്കറിയാം എല്ലാവരും ഏത് പ്രകാരത്തിലുള്ള പുരുഷാർത്ഥമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ലോകത്തിലുള്ളവർ എന്തറിയാനാണ്? ഒന്നും മനസ്സിലാക്കുന്നില്ല. വളരെ കുറച്ചുപേരെ മനസ്സിലാക്കുന്നുള്ളൂ. പാവപ്പെട്ടവർ പെട്ടെന്ന് മനസ്സിലാക്കും. പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുകയാണ് പഠിപ്പിക്കാൻ. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പാപം ഭസ്മമാകും. നമ്മൾ ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്, ബാബയിൽ നിന്ന് പുതിയ ലോകത്തിന്റെ സമ്പത്ത് എടുക്കാൻ. നമ്പർ വയസ്സായിരിക്കും 100 മുതൽ 1 നമ്പർ വരേക്കും. പക്ഷേ ബാബയെ അറിഞ്ഞ് കുറച്ചെങ്കിലും കേട്ടു എങ്കിൽ തീർച്ചയായും സ്വർഗത്തിലേക്ക് വരും. 21 ജന്മങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് വരിക എന്നുള്ളത് നിസ്സാരമായ കാര്യമാണോ? ആരെങ്കിലും മരിച്ചാൽ അവർ 21 ജന്മങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് പോയി എന്നൊന്നുമില്ല. സ്വർഗം എവിടെയാണ്? എത്ര തെറ്റിദ്ധാരണകളാണ്! വലിയ വലിയ ആളുകൾ പോലും പറയും അവർ സ്വർഗത്തിലേക്ക് പോയി എന്ന്. സ്വർഗമെന്ന് പറയുന്നത് എന്തിനെയാണ്? അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. കേവലം നിങ്ങളെ മനസ്സിലാക്കുന്നുള്ളൂ. നിങ്ങളും മനുഷ്യരാണ്. എന്നാൽ ബ്രാഹ്മണരായി മാറി സ്വയത്തെ ബ്രാഹ്മണനെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ബ്രാഹ്മണർക്ക് ഒരു ബാബ്ദാദയാണ്. സന്യാസിമാരോടും നിങ്ങൾക്ക് ചോദിക്കാം ഈ മഹാവാക്യം, അതായത് ഭഗവാനു വാച എന്നുള്ളത് ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന് പറഞ്ഞത് കൃഷ്ണനാണോ? നിങ്ങൾ കൃഷ്ണനെയാണോ ഓർമ്മിക്കുന്നത്? ഒരിക്കലും അവർ അതെ എന്ന് പറയില്ല. അവിടെ വെച്ച് തന്നെ അത് പ്രസിദ്ധമാകും. പക്ഷെ പാവങ്ങളായ അബലകൾ പോകുന്നു. അവരെന്തറിയാനാണ്? സന്യാസിമാർ തന്റെ ശിഷ്യരുടെ മുന്നിൽ ദേഷ്യപ്പെടാറുണ്ട്. ദുർവാസ എന്നൊക്കെ പേരുണ്ടല്ലോ. അവരിൽ വളരെ അഹങ്കാരമുണ്ടായിരിക്കും. അനവധി അനുയായികളുമുണ്ട്. ഭക്തിയുടെ രാജ്യമല്ലേ? അവരോട് ഒന്നും ചോദിക്കാനുള്ള ശക്തിയില്ല. അല്ല എങ്കിൽ അവരോട് പറയാൻ സാധിക്കില്ലേ, നിങ്ങളും ശിവബാബയെ അല്ലേ പൂജ ചെയ്യുന്നത്? ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത്? എന്താ തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ടോ? മുന്നോട്ടു പോകുന്തോറും ഈ കാര്യമെല്ലാം മനസ്സിലാകും. ഇപ്പോൾ എത്ര ലഹരിയാണ്! എല്ലാവരും പൂജാരികളാണ്, പൂജ്യരെന്ന് പറയില്ല. ബാബ പറയുന്നു, എന്നെ അപൂർവം ആളുകളെ അറിയുന്നുള്ളൂ. ഞാൻ എന്താണോ എങ്ങനെയാണോ നിങ്ങൾ കുട്ടികളിലും
അപൂർവം ചിലരെ കൃത്യമായി മനസ്സിലാക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഉള്ളിൽ വളരെ സന്തോഷമുണ്ടായിരിക്കും. ഇത് മനസ്സിലാക്കിയില്ലേ? ബാബയാണ് നമുക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്നത്. കുബേരന്റെ ഖജനാവ് ലഭിക്കുന്നു. അല്ലാഹുവും അലാവുദ്ദീന്റെയും കളി കാണിക്കുന്നില്ലേ? ഒറ്റ തള്ളുകൊണ്ട് ഖജനാവ് പുറത്തുവന്നു. ധാരാളം കളികൾ കാണിക്കുന്നുണ്ട്. ഖുദാ ദോസ്ത്, അതായത് കൂട്ടുകാരനായ ഈശ്വരൻ എന്താണ് ചെയ്തിരുന്നത് അതിനെപ്പറ്റിയും കഥയുണ്ട്. പാലത്തിൽ കൂടി വരുന്ന ആൾക്ക് ഒരു ദിവസത്തേക്ക് രാജ്യപദവി നൽകി തിരിച്ചയക്കുക. ഇതെല്ലാം കഥകളാണ്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, ഖുദ അതായത് ഈശ്വരൻ നിങ്ങൾ കുട്ടികളുടെ കൂട്ടുകാരനാണ്. ബ്രഹ്മാവിലേക്ക് പ്രവേശിച്ച് നിങ്ങളോടൊപ്പം കഴിക്കുകയും കുടിക്കുകയും കളിക്കുകയും ചെയ്യുന്നു. ശിവബാബയുടെയും ബ്രഹ്മബാബയുടെയും രഥം ഒന്നാണ്. തീർച്ചയായും ശിവബാബയ്ക്കും കളിക്കാൻ സാധിക്കില്ലേ? ബാബയെ ഓർമ്മിച്ച് കളിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഈ ശരീരത്തിലുണ്ട്, ബാബയും ദാദയും. പക്ഷേ ആരും മനസ്സിലാക്കുന്നില്ല. രഥത്തിൽ വന്നു എന്ന് പറഞ്ഞ് ആളുകൾ അതിനെ കുതിരവണ്ടിയുടെ രഥമാക്കി മാറ്റി. ഇങ്ങനെയുമല്ല കൃഷ്ണനിൽ ശിവബാബയിരുന്ന് ജ്ഞാനം നൽകുന്നു എന്ന്. ലോകത്തിലുള്ളവർ പറയുന്നു കൃഷ്ണ ഭഗവാനു വാച എന്ന്. ഇങ്ങനെ പറയാറില്ല ബ്രഹ്മ ഭഗവാനു വാച എന്ന്. ഇത് രഥമാണ്. ശിവ ഭഗവാനു വാച. ബാബ നിങ്ങൾ കുട്ടികൾക്ക് തന്റെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ പരിചയവും കാലയളവും പറഞ്ഞു തരികയാണ്. ഈ കാര്യം ആരും അറിയുന്നില്ല. വിവേകശാലികൾ ആരാണോ അവരുടെ ബുദ്ധി പ്രവർത്തിക്കും. സന്യാസിമാർക്ക് സന്യാസം ചെയ്യണം. നിങ്ങൾ ശരീരസഹിതം എല്ലാം സന്യസിക്കുന്നവരാണ്. അറിയാം, ഇത് പഴയ മോശമായ ലോകമാണ്. ഇപ്പോൾ നമുക്ക് പുതിയ ലോകത്തേക്ക് പോകണം. നമ്മൾ ആത്മാക്കൾ ഇവിടെ വസിക്കുന്നവരല്ല. ഇവിടെ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി വന്നവരാണ്. നാം പരംധാമത്തിൽ വസിച്ചിരുന്നവരാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം നിരാകാരി വൃക്ഷം എങ്ങനെയുള്ളതാണ് എന്ന്. എല്ലാ ആത്മാക്കളും നിരാകാരി ലോകത്തിലാണ് വസിക്കുന്നത്. ഈ ഡ്രാമ അനാദിയായി ഉണ്ടാക്കപ്പെട്ടതാണ്. എത്ര കോടിക്കണക്കിന് ജീവാത്മാക്കളാണ്. ഇവരെല്ലാവരും എവിടെയായിരുന്നു? നിരാകാരി ലോകത്തിൽ. നക്ഷത്രങ്ങൾ ആത്മാക്കളല്ല. മനുഷ്യർ ഈ നക്ഷത്രങ്ങളെ ദേവതകൾ എന്ന് പറയുന്നു. പക്ഷേ അവർ ദേവതകളല്ല. ജ്ഞാനസൂര്യനെ നമ്മൾ ശിവബാബ എന്നാണ് പറയുന്നത്. ദേവതയെന്ന് പറയാറില്ലല്ലോ. ശാസ്ത്രങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇതെല്ലാം ഭക്തിമാർഗത്തിന്റെ സാമഗ്രികളാണ്. ഇതിലൂടെ നിങ്ങൾ താഴേക്ക് വീണുകൊണ്ടേയിരിക്കുകയായിരുന്നു. 84 ജന്മങ്ങൾ എടുത്തപ്പോഴാണ് താഴേക്ക് വീണത്. ഇപ്പോൾ ഇതാണ് ഇരുമ്പ് യുഗം. സത്യുഗത്തെ പറയുന്നത് സ്വർണിമ യുഗമെന്നാണ്. അവിടെ ആരാണ് ഇരിക്കുന്നത്? ദേവതകൾ. അവരെവിടെ പോയി? ഇതാരും അറിയുന്നില്ല. മനസ്സിലാക്കുന്നുണ്ട് പുനർജന്മം എടുത്തു. ബാബ മനസ്സിലാക്കി തരികയാണ്, പുനർജന്മം എടുത്തെടുത്ത് ദേവതയിൽ നിന്ന് മാറി ഹിന്ദുവായി മാറി. പതിതമായി മാറിയില്ലേ? മറ്റാരുടെയും ധർമ്മം മാറുന്നില്ല. ഇവരുടെ ധർമ്മം എന്തുകൊണ്ട് പരിവർത്തനപ്പെട്ടു ആർക്കും അറിയില്ല. ബാബ പറയുന്നു, ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരും ആയിത്തീർന്നതോടെ സംഭവിച്ചതാണ്. ദേവീ ദേവന്മാർ പവിത്ര ജോഡികളായിരുന്നു. പിന്നീട് രാവണ രാജ്യത്തിൽ നിങ്ങൾ അപവിത്രരായി മാറി. ദേവീ ദേവതയെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഹിന്ദു എന്ന് പറയുന്നത്. ദേവീ ദേവതാ ധർമ്മം കൃഷ്ണ ഭഗവാൻ സ്ഥാപന ചെയ്തിട്ടില്ല. തീർച്ചയായും ശിവബാബ വന്ന് ചെയ്തതാണ്. ശിവജയന്തിയും ശിവരാത്രിയും ആഘോഷിക്കുന്നുണ്ടല്ലോ. എന്നാൽ ബാബ എപ്പോൾ വന്നു, എന്തു ചെയ്തു
ഇതാരും അറിയുന്നില്ല. ഒരു ശിവപുരാണമുണ്ട്. വാസ്തവത്തിൽ ശിവന്റെ ഒരു ഗീത തന്നെയാണുള്ളത്. അതാണ് ശിവബാബ കേൾപ്പിക്കുന്നത്. മറ്റൊരു ശാസ്ത്രവും തന്നെ ഇല്ല. നിങ്ങൾ ആരെയും ഹിംസ ചെയ്യുന്നില്ല. നിങ്ങൾക്കായി ഒരു ശാസ്ത്രവും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് പോകും. സത്യയുഗത്തിൽ ശാസ്ത്രങ്ങളോ ഗീതയോ ഒന്നും തന്നെ ഇല്ല. അവിടെ ആരാണ് പഠിപ്പിക്കുന്നത്? ആളുകൾ പറയുന്നു വേദശാസ്ത്രങ്ങളെല്ലാം പരമ്പരയായിട്ട് ഉള്ളതാണ്. അവരൊന്നും തന്നെ അറിയുന്നില്ല. സ്വർഗത്തിൽ ശാസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ല. ബാബ ദേവതയാക്കി മാറ്റി എല്ലാവർക്കും സദ്ഗതി ലഭിച്ചാൽ പിന്നീട് ശാസ്ത്രം പഠിക്കേണ്ട ആവശ്യമെന്താണ്? സത്യയുഗത്തിൽ ശാസ്ത്രങ്ങളില്ല. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ താക്കോൽ നൽകി. ഇതിലൂടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നു. ആദ്യം പൂട്ട് പൂർണമായിട്ടും അടഞ്ഞിരിക്കുകയായിരുന്നു. ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ആരോടും വെറുപ്പ് കാട്ടരുത്. കുറവുകളെ മാറ്റി സമ്പൂർണരായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. പഠിപ്പിലൂടെ ഉയർന്ന പദവി നേടണം. 2. ശരീരസഹിതം എന്തെല്ലാമുണ്ടോ അവയെ സന്യസിക്കണം. ഒരു പ്രകാരത്തിലുമുള്ള ഹിംസയും ചെയ്യരുത്, അഹങ്കരിക്കരുത്. വരദാനം: അവിനാശിയും പരിധിയില്ലാത്തതുമായ അധികാരത്തിന്റെ സന്തോഷത്തിലൂടെയും ലഹരിയിലൂടെയും സദാ നിശ്ചിന്തരായി ഭവിക്കട്ടെ. ലോകത്തിൽ വളരെ ബുദ്ധിമുട്ടിയാണ് അധികാരം ലഭിക്കുന്നത്. താങ്കൾക്കാണെങ്കിൽ അധ്വാനമൊന്നുമില്ലാതെ അധികാരം ലഭിച്ചു. കുട്ടിയായി അർത്ഥം അധികാരം ലഭിക്കുക. ആഹാ, ഞാൻ ശ്രേഷ്ഠ അധികാരി ആത്മാവ്. ഈ പരിധിയില്ലാത്ത അധികാരത്തിന്റെ ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കുകയാണെങ്കിൽ സദാ നിശ്ചിന്തരായിരിക്കാം. ഈ അവിനാശി അധികാരം നിശ്ചിതം തന്നെയാണ്. എവിടെ നിശ്ചിതമാണോ അവിടെ നിശ്ചിന്തമായിരിക്കും. താങ്കളുടെ സർവ ഉത്തരവാദിത്വങ്ങളും ബാബയ്ക്ക് കൈമാറൂ. എങ്കിൽ സർവ ചിന്തകളിൽ നിന്നും മുക്തമാകും. സ്ലോഗൻ: ആരാണോ ഉദാരചിത്തരും ദയാമനസ്കരും അവർ തന്നെയാണ് ഏകതയുടെ അടിത്തറ. ഓം ശാന്തി.